ലേൺ ഫ്രീക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് HIV പറ്റിയാണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അതിൻ്റെ പെത്തോജെനസിസും ക്ലിനിക്കൽ ഫീച്ചേഴ്സും വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സെഷനിൽ ലബോറട്ടറി ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റിനെ പറ്റി നോക്കാം. വാട്ട് ഈസ് HIV? HIV ഫുൾ ഫോം എന്തായാലും എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. H മീൻസ് ഹ്യൂമൻ ബീങ്സിനെ മാത്രമാണ് ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അതാണ് H, ഇൻഫെക്ട്സ് ഓൺലി ഹ്യൂമൻ ബീങ്സ്. I മീൻസ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീക്കൻ ചെയ്തിട്ട് ഇൻഫെക്ഷൻ്റെ റിസ്കിനെ കൂട്ടുക. അതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് V. വൈറസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബോഡിയെ അറ്റാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷനോട് ബോഡിയെ എന്ത് ചെയ്യും? വൾനറബിൾ ആക്കും. അത് കാരണം ഏത് ഇൻഫെക്ഷൻ വേണമെങ്കിലും പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാം. അടുത്ത് നോക്കാനുള്ളത് റിട്രോ വൈറസസ്. അതായത് HIV വരുന്ന ഫാമിലി എന്ന് പറയുന്നത് റിട്രോവിറിഡെ ഫാമിലിയിലാണ്. ഇത് RNA വൈറസ് ആണ്. ഈ ഫാമിലി, അതായത് റിട്രോവിറിഡെ എന്ന് പറയുന്ന ഫാമിലിയിൽ ഒരു എൻസൈം ഉണ്ട്. അതിന് പറയുന്ന പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം, അല്ലെങ്കിൽ RNA ഡിറക്റ്റഡ് DNA പോളിമറൈസ്. ഈ എൻസൈം എന്ന് പറയുന്നത്, അതായത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, ഈ എൻസൈം ഈ ഒരു ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഇനി നോക്കാനുള്ളത് റിട്രോവിറിഡെ എന്ന് പറയുന്ന ഫാമിലിയുടെ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. റിട്രോവിറിഡെ ഫാമിലിയെ മെയിനായിട്ടും 2 സബ് ഫാമിലി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഓർത്തോ റിട്രോവിറിനെ, പിന്നെ ഉള്ളത് സ്പ്യൂമ റിട്രോവിറിനെ. ഇതിൽ ഓർത്തോ റിട്രോവിറിനെ എന്ന് പറയുന്ന സബ് ഫാമിലിയിലുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീനസ് ആണ്. ഒന്ന് റിട്രോ വൈറസ്, പിന്നെ ഉള്ളത് ലെൻറ്റി വൈറസ്. റിട്രോ വൈറസിൽ വരുന്ന 2 ഇമ്പോർട്ടൻറ്റ് വൈറസ് ആണ്. ഒന്ന് HTLV1 ആൻഡ് HTLV2. HTLV1 എന്ന് പറയുമ്പോൾ ഹ്യൂമൻ T-സെൽ ലിംഫോട്രോപിക് വൈറസ് ടൈപ്പ് 1. അതെന്ന് പറയുന്നത് ഓങ്കോജനിക് വൈറസ് ആണ്. പിന്നെ ഉള്ളത് HTLV2. ഇതിൽ HTLV1 കോസ് ചെയ്യുന്ന ഡിസീസ് എന്ന് പറയുന്നത് അഡൽട്ട് T-സെൽ ലുക്കീമിയ അല്ലെങ്കിൽ ലിംഫോമയാണ്. കാരണം അത് ഓങ്കോജനിക് വൈറസ് ആണല്ലോ. HTLV2 കോസ് ചെയ്യുന്നതെന്ന് പറയുന്നത് മെയിനായിട്ടും അത് ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസേഴ്സിലാണ് കൂടുതലും പ്രിവലൻ്റ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ ജീനസ് ആണ് ലെൻറ്റി വൈറസ്. ലെൻറ്റി വൈറസിൽ വരുന്ന വൈറസ് ആണ് HIV1ഉം HIV2ഉം. രണ്ടും കോസ് ചെയ്യുന്ന ഡിസീസ് എയ്ഡ്സ് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഓർത്തോ റിട്രോവിറിനെ സബ് ഫാമിലി, അതിൽ വരുന്ന ജീനസ്, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വൈറസും പിന്നെ അത് കോസ് ചെയ്യുന്ന ഡിസീസസും. അടുത്ത സബ് ഫാമിലിയാണ് സ്പ്യൂമ റിട്രോവിറിനെ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീനസ് ആണ് സ്പ്യൂമ വൈറസ്. അതിലെ വൈറസ് ആണ് ഫോമി വൈറസ്. ഇത് മെയിനായിട്ടും കാണുന്നത് ഡിസീസുമായിട്ട് അസോസിയേറ്റഡ് അല്ല, പ്രൈമറി സെൽ കൾച്ചറിലൊക്കെയാണ് ഈ സ്പ്യൂമ വൈറസ് കാണുന്നത്. ഇനി നോക്കാനുള്ളത് HIV വൈറസിൻ്റെ മോർഫോളജിയെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ഫെറിക്കലാണ്, അതുപോലെ തന്നെ എൻവലപ്ഡ് വൈറസ് ആണ് HIV. പിന്നെ ഇതിലുള്ളത് RNA ജീനോമാണ്. 2 identical copies of single stranded positive sense RNA. 90 to 120 mm ആണ് ഇതിൻ്റെ ഡയമീറ്റർ. വൈറസ് കോറിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ന്യൂക്ലിയർ ക്യാപ്സിഡ് ഉണ്ട്. അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് പ്രോട്ടീനാണ്. അതുപോലെ തന്നെ ഇതിനൊരു ലിപ്പോ പ്രോട്ടീൻ എൻവലപ്പ് ഉണ്ട്. പിന്നെ അതിൽ ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ് ഉണ്ട്. അപ്പോൾ ഈ ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സസെപ്റ്റബിൾ ഹോസ്റ്റ് സെൽസിൻ്റെ CD4 റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്യുന്നത് ഈ ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ട്രാൻസ്മെംബ്രെയിൻ പെരിക്കിൾസ് ഉണ്ട്. അതാണ് സെൽ ഫ്യൂഷൻ കോസ് ചെയ്യുന്നത്. അടുത്ത് നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറൽ ജീൻസും ആൻറ്റിജൻസുമാണ്. HIV ജീനോമിൽ 3 സ്ട്രക്ചറൽ ജീനും 5 നോൺ സ്ട്രക്ചറൽ ജീൻസും ആണ് ഉള്ളത്. അതിൽ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത് ഗാഗ്, പോൾ ആൻഡ് എൻഫ്. ഇത് എല്ലാ റിട്രോ വൈറസസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ 5 നോൺ സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്. അതാണ് ടാറ്റ്, റവ്, നെഫ്, വിഫ്, VPR. ഇതെന്ന് പറയുന്നത് HIV1ലും HIV2ലും പ്രസൻ്റ് ആണ്. ഇതിന് കൂടാതെ HIV1ൽ എക്സ്ട്രാ ആയിട്ടുള്ളതാണ് VPUവും HIV2ലുള്ളതാണ് VPXും. ഈ സ്ട്രക്ചറൽ അതുപോലെ തന്നെ നോൺ സ്ട്രക്ചറൽ അതിൻ്റെ പ്രോഡക്ട്സും ആൻറ്റിജൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൻ്റെ സിറത്തിൽ എന്തുണ്ടാവും? ആൻറ്റിബോഡീസ് ഉണ്ടാവും. ഈ ആൻറ്റിജൻസിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാവും. അപ്പോൾ ഈ ആൻറ്റിജൻസും അതുപോലെ തന്നെ ആൻറ്റിബോഡിയുടെ ഡിറ്റക്ഷനാണ് HIV പ്രോഗ്നോസിസിൻ്റെയും ഡയഗ്നോസിസിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി ഓരോ സ്ട്രക്ചറൽ പ്രോട്ടീൻസിനെ പറ്റി നോക്കാം.
അതിൽ ഫസ്റ്റത്തേതാണ് ഗാഗ് ജീൻ. ഗാഗ് ജീൻ എൻകോഡ് ചെയ്തിരിക്കുന്നത് HIV വൈറസിൻ്റെ കോറിനെയും അതുപോലെ തന്നെ ഷെൽ പ്രോട്ടീനെയാണ്. ഇത് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രിക്കസർ പ്രോട്ടീൻ P55 അങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ P55 എന്ന് പറയുന്നത് പ്രിക്കസർ പ്രോട്ടീൻ എന്ത് ചെയ്യും? ക്ലീവ് ചെയ്തിട്ട് 3 പ്രോട്ടീൻസ് ആയിട്ട് മാറും. ഒന്നെന്ന് പറയുന്നത് P15, രണ്ടാമത്തത് P18, മൂന്നാമത്തത് P24. ഇതിൽ P24 ആണ് മേജർ കോർ ആൻറ്റിജൻ എന്ന് പറയുന്നത്. കാരണം ഈ P24 ആൻറ്റിജനാണ് ഇൻഫെക്ഷൻ്റെ ഏർലി സ്റ്റേജിൽ സിറത്തിൽ ഡിറ്റക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൻറ്റിബോഡി അപ്പിയർ ചെയ്യുന്നത് വരെയും ഇത് പ്രസൻ്റ് ആയിരിക്കുകയും ചെയ്യും. ഈ P24 ആൻറ്റിബോഡി സർക്കുലേഷനിൽ നിന്ന് ഡിക്ലൈൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് മീൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇൽനെസ്സിൻ്റെ പ്രോഗ്രഷനും അതുപോലെ തന്നെ ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റിനോടുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഈ P24 ആൻറ്റിബോഡിയുടെ ഡിക്ലൈൻ കാണിക്കുന്നത്. രണ്ടാമത്തെ ജീനാണ് N ജീൻ. N മീൻസ് എന്തായിരിക്കും? എൻവലപ്പ്. അപ്പോൾ ഇത് എൻകോഡ് ചെയ്തിരിക്കുന്നത് എൻവലപ്പ് ഗ്ലൈക്കോപ്രോട്ടീൻ GP160. ഈ GP160 ക്ലീവ് ചെയ്തിട്ട് 2 എൻവലപ്പ് കമ്പോണൻസ് ആയിട്ട് മാറും. ഒന്നെന്ന് പറയുന്നത് GP120, അതാണ് സർഫസ് സ്പൈക്സ്. മോർഫോളജിയിലെ പിക്ചറിൽ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് GP120. അതുപോലെ തന്നെ GP41 ആണ് ട്രാൻസ് മെംബ്രെയിൻ പെഡിക്കിൾ പ്രോട്ടീൻ. ഇതിൽ മേജർ എൻവലപ്പ് ആൻറ്റിജൻ എന്ന് പറയുന്നത് GP120 ആണ്. ഇതിൽ ആൻറ്റിബോഡീസ് GP120 അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി ഫോം ചെയ്യുന്നത്, അതായത് ഈ ഇൻഫെക്ഷൻ വന്ന് ആദ്യം അപ്പിയർ ചെയ്യുന്ന ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അത് സർക്കുലേഷനിൽ പ്രസൻ്റ് ആയിരിക്കും. അതായത് ഈ ഇൻഫെക്ഷൻ്റെ ടെർമിനൽ സ്റ്റേജ് വരെയും ഈ ആൻറ്റിബോഡീസ് എന്തായിരിക്കും? ബോഡിയിൽ പ്രസൻ്റ് ആയിരിക്കും. അടുത്തതാണ് പോൾ ജീൻ. ഇത് എൻകോഡ് ചെയ്തിരിക്കുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള വൈറൽ എൻസൈമിനെയാണ്. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് പ്രിക്കസർ പ്രോട്ടീൻ P100 എന്നാണ്. ഈ പ്രിക്കസർ പ്രോട്ടീൻ P100 ക്ലീവ് ചെയ്തിട്ട് 3 പ്രോട്ടീൻസ് ആയിട്ട് മാറും. P31, P51 ആൻഡ് P64. അടുത്തത് നോൺ സ്ട്രക്ചറൽ ആൻഡ് റെഗുലേറ്ററി ജീൻസ്. ഇപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ജീൻസിനെ പറ്റി പറഞ്ഞു. അതെന്ന് പറയുന്നത് എല്ലാ റിട്രോ വൈറസിലും പ്രസൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ നോൺ സ്ട്രക്ചറലും അതുപോലെ തന്നെ റെഗുലേറ്ററി ജീൻസ് എന്ന് പറയുന്നത് HIV മാത്രം സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കാനുള്ളതാണ് ടാറ്റ് ജീൻ. ടാറ്റ് മീൻസ് ട്രാൻസ് ആക്ടിവേഷൻ ജീൻ. ഈ ജീനിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് വൈറൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്. രണ്ടാമത്തത് റവ് അല്ലെങ്കിൽ റെഗുലേറ്ററി ജീൻ. ഇതെന്ന് പറയുന്നത് സ്ട്രക്ചറൽ ജീൻസിൻ്റെ എക്സ്പ്രഷനാണ് ഈ റവ് ജീൻ മെയിനായിട്ട് വേണ്ടത്. അടുത്തത് നെഫ്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നെഫ്, നെഗറ്റീവ് ഫാക്ടർ ജീൻ. ഇതെന്ന് പറയുന്നത് വൈറസിൻ്റെ ലേറ്റൻ്റ് സ്റ്റേജ് അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെഫ് ജീൻ്റെ ഫങ്ഷൻ. അടുത്തത് വിഫ് ജീൻ, വൈറൽ ഇൻഫെക്റ്റിവിറ്റി ഫാക്ടർ. വി മീൻസ് വൈറൽ, I ഇൻഫെക്റ്റിവിറ്റി F ഫാക്ടർ. വിഫ് ജീൻ ഇതെന്ന് പറയുന്നത് വൈറസിൻ്റെ ഇൻഫെക്റ്റിവിറ്റിയിലെ അത് കൺഫേർ ചെയ്യുക എന്നുള്ളതാണ് ഈ വിഫ് ജീൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് VPR ജീൻ. VPR ജീൻ എന്ന് പറയുന്നത് വൈറസിൻ്റെ പ്രൊമോട്ടർ റീജിയനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് VPU ആൻഡ് VPX. ഇതിൽ VPU എന്ന് പറയുന്നത് HIV1-ലും VPX എന്ന് പറയുന്നത് HIV2-ലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഈ 2 ജീൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അൺനോൺ ഫങ്ഷനാണ്. അതുകൂടാതെ ഇത് കോഡ് ചെയ്തിരിക്കുന്നത് സ്മോൾ വൈറൽ പ്രോട്ടീൻസിനാണ്. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് മെച്ചുറേഷൻ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ പ്രോജനി വൈറസിൻ്റെ റിലീസിനെ എൻഹാൻസ് ചെയ്യുക. ഇതൊക്കെയാണ് VPUവിൻ്റെ VPXൻ്റെ ഫങ്ഷൻ. അടുത്തതാണ് LTR സീക്വൻസസ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലോങ് ടെർമിനൽ റിപ്പീറ്റ്. ഇതെന്ന് പറയുന്നത് 2 എൻഡിലും ഓരോന്നായിരിക്കും ഉണ്ടാവുക. പ്രൊമോട്ടർ അതുപോലെ തന്നെ എൻഹാൻസർ, ഇൻ്റഗ്രേഷൻ സിഗ്നൽസ് ഇതൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് LTR സീക്വൻസിൻ്റെ ഫങ്ഷൻ. അടുത്തത് റെസിസ്റ്റൻസ്. അതിൽ ഫസ്റ്റ് നോക്കാനുള്ളത് ടെമ്പറേച്ചറാണ്. HIV വൈറസ് എന്ന് പറയുന്നത് തെർമോ ലെബൈലാണ്. ഇതിന് നമുക്ക് ഇനാക്ടിവേറ്റ് ചെയ്യാനായിട്ട് 56 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ഹീറ്റ് ചെയ്താൽ മതിയാവും. അതുകൂടാതെ 7 ഡേയ്സിന് മേലെ ഇത് റൂം ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുകയും ചെയ്യും. അടുത്തത് ഡിസിൻഫെക്റ്റൻസ്. 35% ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, 70% എത്തനോൾ, 0.5% ലൈസോൾ, 2% ഫ്രഷ്ലി പ്രിപ്പയർഡ് ഗ്ലൂട്ടറാൽഡിഹൈഡ്, 0.5% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്, 3% ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇങ്ങനെയുള്ള ഡിസിൻഫെക്റ്റൻസ് വെച്ചിട്ട് 10 മിനിറ്റ്സ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ HIV വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഡിറ്റർജൻസ്. HIV വൈറസിൽ ലിപ്പിഡ് മെംബ്രെയിൻ എൻവലപ്പ് ആയതുകൊണ്ട് ഈ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഹൈലി സസെപ്റ്റബിൾ ടു ഡിറ്റർജൻസ്.
സോ നമുക്ക് ഡിറ്റർജൻസ് വെച്ചിട്ട് ഡീകണ്ടാമിനേറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സും അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് യൂട്ടിൻസിൽസ് ഒക്കെ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലയോഫിലൈസേഷനിൽ HIV വൈറസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യും. അടുത്തത് ട്രാൻസ്മിഷൻ. HIV വൈറസ് ബ്ലഡ് സ്ട്രീമിൽ എൻട്രി ചെയ്യുന്നത് മെയിനായിട്ടും ഒന്നുകിൽ അത് ഓപ്പൺ ആയിട്ടുള്ള കട്ട്സ് വഴിയാവാം, അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും ബ്രേക്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വഴിയോ മ്യൂക്കസ് മെംബ്രെയിൻ വഴിയോ ആവാം. അടുത്തത് റൂട്ട്സ് ഓഫ് ട്രാൻസ്മിഷൻ. 3 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് മെയിനായിട്ടും ഉള്ളത്. ഫസ്റ്റത്തത് സെക്ഷൽ കോണ്ടാക്ട്, രണ്ടാമത്തത് പാരന്റൽ ട്രാൻസ്മിഷൻ, മൂന്നാമത്തത് പെരിനേറ്റൽ ട്രാൻസ്മിഷൻ. ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് സെക്ഷൽ കോണ്ടാക്ട്. HIV സെമനിന്ന് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക്, വെജൈനൽ ആൻഡ് സെർവൈക്കൽ സെക്രീഷൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വെഹിക്കിൾസ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. പാരന്റൽ ട്രാൻസ്മിഷൻ വഴി ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബ്ലഡ് റിസീവ് ചെയ്യുന്നത് വഴിയാവും, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി, അതുപോലെ തന്നെ ബ്ലഡ് പ്രോഡക്ട്സ് റിസീവ് ചെയ്യുന്നത് വഴി. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസേഴ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കണ്ടാമിനേറ്റഡ് സിറിഞ്ചസും നീഡിലും ഒക്കെ ഷെയർ ചെയ്യുന്നത് വഴി കിട്ടാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ആക്സിഡൻ്റൽ ഇനോക്കുലേഷൻ വഴി പാരന്റലായിട്ട് HIV വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇനിയുള്ളത് പെരിനേറ്റൽ ട്രാൻസ്മിഷൻ. പെരിനേറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മദറിൽ നിന്ന് ചൈൽഡിലോട്ട്, ഒന്നുകിൽ അത് ട്രാൻസ്പ്ലാസൻ്റലി വഴിയാവും, അല്ലാന്നുണ്ടെങ്കിൽ പെരിനേറ്റലി ആയിരിക്കും. അതുകൂടാതെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മദറിൻ്റെ മിൽക്ക് വഴിയും കുട്ടിക്ക് കിട്ടാം. അടുത്ത് നോക്കാനുള്ളത് പെത്തോജെനസിസ്. HIV വൈറസ് ബ്ലഡ് സ്ട്രീമിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ഹോസ്റ്റ് സെല്ലുമായിട്ട് കോൺടാക്റ്റ് വരിക എന്നുള്ളതാണ്. ഇവിടുത്തെ സ്യൂട്ടബിൾ ഹോസ്റ്റ് സെൽ എന്ന് പറയുന്നത് CD4 ലിംഫോസൈറ്റ്സ് ആണ്. അപ്പോൾ CD4 ലിംഫോസൈറ്റുമായിട്ട് കോൺടാക്റ്റ് വന്നു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് RNA ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് DNA ആക്കി മാറ്റും. അതിനാണ് നമ്മൾ പ്രോ വൈറസ് എന്ന് പറയുന്നത്. ഈ പ്രോ വൈറസ് എന്നിട്ട് ഇൻഫെക്റ്റഡ് സെല്ലിൻ്റെ ജീനോമിലേക്ക് എന്ത് ചെയ്യും, ഇൻറ്റഗ്രേറ്റ് ചെയ്യും, എന്നിട്ട് ലേറ്റൻറ്റ് ഇൻഫെക്ഷൻ കോസ് ചെയ്യും. HIV വൈറസിൻ്റെ ലോങ് ആൻഡ് വേരിയബിൾ ഇൻക്യുബേഷൻ പീരീഡിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ലേറ്റൻസിയാണ്. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ലിംഫോസൈറ്റ്സ് നിന്നും സെൽ ഫ്രീ പ്ലാസ്മയിൽ നിന്നും സെർവൈക്കൽ സെക്രീഷൻസ് നിന്നും അതുപോലെ തന്നെ സെമൻ, സലൈവ, യൂറിൻ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്, ഇവിടെ നിന്നൊക്കെ തന്നെ HIV വൈറസിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. HIV വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഡാമേജ് ഉണ്ടാക്കുന്നത് T4 ലിംഫോസൈറ്റ്സിനാണ്. അത് കാരണം എന്ത് ചെയ്യും, ഈ T4 സെൽസിൻ്റെ നമ്പർ കുറയുകയും T4:T8 റേഷ്യോ, ഹെൽപ്പർ ടു സപ്രസർ സെൽ, ഈ റേഷ്യോ എന്ത് ചെയ്യും, റിവേഴ്സ് ആവുകയും ചെയ്യും. HIV കാരണം ഉണ്ടാകുന്ന ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസിൽ ഉണ്ടാകുന്ന ഫെയിലിയർ ആണ്. അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറയുന്ന കാരണം പേഷ്യൻ്റ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ അതുപോലെ തന്നെ മാലിഗ്നൻസിസിനൊക്കെ തന്നെ സസെപ്റ്റബിൾ ആയി തീരുകയും ചെയ്യും. അടുത്തത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. മെയിനായിട്ടും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇനി പറയുന്ന രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റത്തത് അക്യൂട്ട് HIV ഇൻഫെക്ഷൻ. ഇതിലെന്ന് പറയുന്നത് അക്യൂട്ട് ഓൺസെറ്റ് ഓഫ് ഫീവർ, പിന്നെ മാലേസ്, സോർ ത്രോട്ട്, മയാൾജിയ, മസിൽ പെയിൻ, ആർത്രാൾജിയ, പിന്നെ സ്കിൻ റാഷസ് ഉണ്ടാവും, ലിംഫെഡിനോപ്പതി, പെരിഫറൽ സ്മിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിംഫോസൈറ്റോസിസ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. അതുകൂടാതെ വൈറസിനെയോ അല്ലെങ്കിൽ വൈറൽ ന്യൂക്ലിക് ആസിഡിനെയോ വൈറൽ P24 ആൻറ്റിജനെയോ നമുക്ക് അക്യൂട്ട് ഇൻഫെക്ഷൻ്റെ ടൈമിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ഓൺസെറ്റിൽ യൂഷ്വലി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത് അസിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ. ഇതിൽ ഇൻഫെക്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത് യൂഷ്വലി വെല്ലായിരിക്കും, വേറൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സ്റ്റേജിൽ ഉണ്ടായിരിക്കില്ല. പക്ഷേ ആൻറ്റിബോഡി ടെസ്റ്റ് പോസിറ്റീവ് തരുകയും ചെയ്യും, അവരെന്ന് പറയുന്നത് ഇൻഫെക്ഷസും ആയിരിക്കും. മൂന്നാമത്തെന്ന് പറയുന്നത് PGL, പെർസിസ്റ്റൻറ്റ് ജനറലൈസ്ഡ് ലിംഫ് എഡിനോപ്പതി. ഇതിലെന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററിന് മേലെ എന്തായിരിക്കും, നോട്ട്സ് എൻലാർജ് ചെയ്തിട്ടുണ്ടാവും. അതെന്ന് പറയുന്നത് 2ഓ അതിലധികമോ എക്സ്ട്രാ ജെനൈറ്റൽ സൈക്കിളായിട്ടായിരിക്കും എൻലാർജ്ഡ് നോഡ് കാണുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 3 മന്തിലേക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാവും പെർസിസ്റ്റൻറ്റ് ജനറലൈസ്ഡ് ലിംഫെഡിനോപ്പതി. അടുത്തതാണ് സിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ. CD4 ലിംഫോസൈറ്റിൻ്റെ കൗണ്ട് 400/mm³ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും പേഷ്യൻ്റ് എന്ത് ചെയ്യുക, സിംറ്റംസ് കാണിക്കാൻ തുടങ്ങുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫീവർ ഉണ്ടാവും, ഡയേറിയ, പിന്നെ നൈറ്റ് സ്വെറ്റ്സ്, വെയിറ്റ് ലോസ്, ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ, ഇതൊക്കെ ആയിരിക്കും ഫസ്റ്റത്തെ സ്റ്റേജിൽ ഉണ്ടാവുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഫെക്റ്റീവ് സ്റ്റേജിൽ ചില പേഷ്യൻസിൽ ഇൽനെസ് ഡെവലപ്പ് ചെയ്തേക്കാം. അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനെയാണ് ARC അല്ലെങ്കിൽ എയ്ഡ്സ് റിലേറ്റഡ് കോംപ്ലെക്സ് ഓർ കണ്ടീഷൻ എന്ന് പറയും.
അപ്പോൾ CD4+ സെൽസിൻ്റെ കൗണ്ട് ഈ 400-ലും താഴ്ന്ന് 200-ലെത്തി, അതിന്നും താഴ്ന്നു കഴിയുമ്പോൾ വൈറസിൻ്റെ ടൈറ്റർ എന്ത് ചെയ്യും? കൂടും. അത് കാരണം ഇമ്മ്യൂൺ ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഇറിവേഴ്സിബിളി ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്യും. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ എയ്ഡ്സ് എന്ന് പറയുന്നത്. HIV ഇൻഫെക്ഷൻ്റെ എൻഡ് സ്റ്റേജാണ് എയ്ഡ്സ്. അടുത്തത് ക്ലിനിക്കൽ ടൈപ്സ്. HIV-യുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 to 14 ഇയേഴ്സ് അങ്ങനെ വേരി ചെയ്യും. ആവറേജ് എന്ന് പറയുന്നത് 6 ഇയേഴ്സ് ആണ്. ഇപ്പോൾ മെയിനായിട്ടുള്ള ക്ലിനിക്കൽ ടൈപ്സ് രണ്ടെണ്ണമാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് എയ്ഡ്സ് ഇൻ അഡൾട്ട്സും പിന്നെ ഉള്ളത് പീഡിയാട്രിക് എയ്ഡ്സ്. അതിൽ അഡൾട്ട്സിലുണ്ടാവുന്ന എയ്ഡ്സിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസേഴ്സ്, പിന്നെ ഉള്ളത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതുപോലെ തന്നെ കാപ്പോസിസ് സാർക്കോമ, ടോക്സോപ്ലാസ്മോസിസ്, ക്രിപ്റ്റോകോക്കോസിസ്. ഇതൊക്കെ തന്നെ HIV ഇൻഫെക്റ്റഡ് അഡൾട്ട്സിൽ ഫ്രീക്വൻലി കാണും. കാരണം ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ആയിരിക്കും കൂടുതലും സസെപ്റ്റബിൾ ആയി തീരുക. പിന്നുള്ളത് പീഡിയാട്രിക് എയ്ഡ്സ്. ഇത് മെയിനായിട്ടും റിസ്ക് എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് മദേഴ്സ്, അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രൊഡക്ട്സ്. ഇതൊക്കെയാണ് പീഡിയാട്രിക് എയ്ഡ്സിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്. ഇത്രയാണ് HIV വൈറസിൻ്റെ ക്ലിനിക്കൽ ടൈപ്സ് വരെയുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാനുള്ളത് ഇതിൻ്റെ ലാബ് ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രിവെൻഷൻ.